ഇതിലിപ്പോൾ എങ്ങനെ ഇനി ഇതിനെ ന്യായീകരിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. മുഖ്യമന്ത്രി പെട്ടുപോകുന്ന പ്രസ്താവനയിലൊക്കെ വൈകുന്നേരം എം.വി. ഗോവിന്ദൻ മാഷ് വന്ന് അതിനെ ന്യായീകരിക്കുകയും അതിനെ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ചിത്രമാണ് കുറേ നാളുകളായി നമ്മൾ കാണുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം എങ്ങനെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നുപോയ ഈ വാക്കിന് ഏത് രീതിയിൽ പ്രതിരോധമൊരുക്കും, ന്യായീകരണമൊരുക്കും? സൈഫുദ്ദീൻ പറഞ്ഞതിനകത്ത് ഒരു തിരുത്തോടു കൂടി തുടങ്ങാം. വായിൽ നിന്ന് വന്നുപോയ വാക്ക് എന്ന് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് വന്നുപോയ വാക്കിനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ വളരെ കണിശതയോടുകൂടി സംസാരിക്കുന്ന ഏത് വാചകം എവിടെ എപ്പോൾ ഏത് സമയത്ത് പറയണം എന്ന് കൃത്യമായ ബോധ്യമുള്ള ആളാണ്. ഒരു വാചകം പിണറായി വിജയൻ്റെ വായിൽ നിന്ന് അങ്ങനെ വെറുതെ വരികയുമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് വെറുതെ വന്നതായിരിക്കില്ല ആ വാചകം, അദ്ദേഹം ബോധപൂർവം പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ. അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമാണ്, ഇനി വരും സമയങ്ങളിൽ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് CPM-ന് ചെയ്യാൻ കഴിയുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ തള്ളി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് രംഗത്ത് വരാൻ കഴിയില്ല. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ, തൃശ്ശൂർ ജില്ലയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ജില്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ജില്ല. അവിടെ ചേലക്കര നിർണായകമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ വിജയിച്ച് കയറുക, സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വെല്ലുവിളിക്കിടയിൽ ഇങ്ങനൊരു വാചകം മുഖ്യമന്ത്രി പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് സ്വാഭാവികമായിട്ടും വന്ന് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ തന്നെ എം.വി. ഗോവിന്ദൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് എന്ന തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ ചമക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇത് ഓരോ ദിവസവും ഇങ്ങനെ പോകും. പക്ഷേ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇത് താഴെ പോകും എന്നൊരു ബോധ്യം ചിലപ്പോൾ CPM-നുണ്ടായിരിക്കും. പക്ഷേ CPI-ക്ക് ആ ബോധ്യമില്ല. CPI കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയാണ്. കാരണം തോറ്റുപോയത് അവരാണ്, അവരവിടെ ജയിക്കേണ്ട മണ്ഡലമായിരുന്നു എന്ന് അവർ വിലയിരുത്തിയിരുന്ന സ്ഥലമാണ്. അവിടെ NDA ആണ് ജയിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പാപഭാരം ഏറേണ്ടി വന്നത് CPI-ക്കാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് പൂരം നടക്കേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന്. പൂരം നടക്കേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂരം കലങ്ങി എന്ന് തന്നെയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് പരോക്ഷമായി തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ടത്. മുഖ്യമന്ത്രി എന്തായാലും അതിനകത്തൊരു വ്യക്തത വരുത്തും വരും ദിവസങ്ങളിൽ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അങ്ങനെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയാത്ത ആളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു വിവാദമായി വരുമ്പോൾ അതിനുള്ള പൊളിറ്റിക്കൽ മറുപടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നൽകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് മുഖ്യമന്ത്രി തന്നെ ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. സൈഫുദ്ദീൻ, നിശ്ചയമായും അതൊരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ കൂടിയും, കാരണം ഇനിയും ഉപതെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇനിയും വേദികളുണ്ട്, അവിടെയൊക്കെ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ ഒരു വ്യക്തത അദ്ദേഹം വരുത്തും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ സമയം മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം വലിയ തോതിൽ CPM-നെ, മുന്നണിയെ, മുഖ്യമന്ത്രിയെ തന്നെയും വെട്ടിലാക്കിയിട്ടുണ്ടെന്ന് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം പൂരം കലക്കിയതാണ് എന്ന് VS സുനിൽകുമാറും K രാജനും ഒരു പടി കൂടി കടന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വരെ അല്പസമയം മുമ്പ് പറഞ്ഞൊരു സ്ഥിതിക്ക് CPIക്ക് ഏറ്റവും വലിയ ഘടകകക്ഷിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിക്ക് പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൻ്റെ സത്യസന്ധതയ്ക്ക് മുകളിലും ചോദ്യമുനകൾ ഉയർത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഇനി എന്ത് വ്യാഖ്യാനങ്ങൾ ഇക്കാര്യത്തിൽ പാർട്ടി നേതാക്കൾ ചമയ്ക്കും, എന്ത് മറുപടി മുഖ്യമന്ത്രി തന്നെ ഏത് നിലയ്ക്ക് ഇതിന് വ്യക്തത വരുത്തും എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.